ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നൊരു കോളേജുള്ള ദിവസമാണേ. കഥയും ബോധമൊന്നും ഉണ്ടായിട്ടില്ല കോളേജിൽ പോകണം. അതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റിന്. അതുകൊണ്ട് എല്ലാം വേം ചെയ്യലേനു. റെഡിയായി വന്നിട്ട് ലഞ്ചും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുവാണ്. എടുത്ത് വെച്ചതിന് ശേഷം ചായ കുടിക്കാനിരുന്നു. ചായ കുടിക്കാൻ ഇന്ന് അരി ഉപ്മാവേനു. അവൻ തിന്നിട്ട് വേഗം റെഡിയായി കോളേജിലോട്ടേക്ക്. എന്നിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ഫസ്റ്റ് ബസ് കയറി. എന്നിട്ട് കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് അടുത്ത ബസ് കയറി. എന്നിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ധർമ്മശാലക്കും എത്തി. അതിന് ശേഷം പിന്നെ നടക്കാൻ തുടങ്ങി കോളേജിലേക്ക്. ചിലപ്പോൾ ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കലാണ്. എന്നിട്ട് ഇങ്ങനെ നടന്ന് കുന്നെല്ലാം കയറി കോളേജിലെത്തിയിട്ട് നോക്കുമ്പോൾ ആൾക്കാർ കുറവേനു. ഇപ്പം ജൂറിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ആരും വരത്തില്ല, വർക്കിന് മാത്രമേ വരത്ത്. അങ്ങനെ ക്ലാസ്സിൽ പോയി നോക്കുമ്പോൾ ക്ലാസ്സിൽ ആരുമില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തെല്ലാം നടന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവന്മാർ വന്നു. എനിക്ക് കമ്പനിക്ക് ആളായല്ലോ. എന്നെ കുറേ ദിവസം കാണാത്തോടെ കൂക്കും കിട്ടി. പിന്നെ നമ്മൾ ആപ്പ് എന്ന് പറഞ്ഞ് അത്യാവശ്യം വർക്ക് ഉണ്ടെങ്കിലും എല്ലാവരും വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ അടുത്തയാളും വന്നു. എന്നിട്ട് പിന്നെ നമ്മളിതാ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ചോറ് കഴിച്ച് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ എന്താ വർഷമോളാ എന്നിട്ട് നമ്മൾ ക്ലാസ്സിലൊന്ന് കുറച്ച് വർക്ക് കൂടി ചെയ്യാണ്ട്. ക്ലാസ്സിലെത്തിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ആളും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ നടന്ന് ചായക്കടയിലെത്തി കഴിഞ്ഞപാട് എല്ലാവരും ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്ത്. രഞ്ജിനി നമ്മളെ ഓട്ടോയിലൊക്കെ കയറി ഇരുന്നിട്ടുള്ളത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഓരോന്ന് വാങ്ങിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമ്മളെല്ലാം കഴിച്ച് പിന്നെ ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. ബൈ.